യെസ്, അങ്ങനെ നമുക്കൊരു ബഡ്ജറ്റ് വാക്യൂം ക്ലീനർ നോക്കിയാലോ. വെറും വാക്യൂം ക്ലീനർ അല്ല, വയർലെസ്, അതായത് കോഡ്ലെസ് വാക്യൂം ക്ലീനർ. ഈ കാണുന്ന യുണീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ വാക്യൂം ക്ലീനറാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മോഡൽ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ഒരു കിടു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് 2497 രൂപയ്ക്ക് കിട്ടും. ഇതിൻ്റെ MRP വരുന്നത് 4500 രൂപയാണ്. 4499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഇത് 2497 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കിട്ടും. ആ ഒരു പ്രൈസ് അല്ല, കുറച്ചുകൂടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഞാൻ മേടിച്ചു തരാം. വീഡിയോ ഫുൾ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഏതായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. യുണീക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. കോഡ്ലെസ് വാക്യൂം ക്ലീനർ ആണ് വരുന്നത്. ഇതിന് 8 kPa സ്ട്രോങ് സക്ഷൻ, അതായത് സക്ഷൻ പവർ 8 kPa ആണ് വരുന്നത്. മൾട്ടി ലെവൽ HEPA 650 ml എക്സ്ട്രാ ലാർജ് ഡസ്റ്റ് ക്യാപ്പ് ആണ് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓപ്ഷണൽ ഡ്യുവൽ നോസിൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. MRP ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ മോഡൽ കോഡ് വരുന്നത് VC500 ആണ്. ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് 2000 mAh/3 ആണ്, അതായത് 3 എണ്ണമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് വരുന്നത് 11.1 വോൾട്ട് ആണ് വരുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 80 വാട്ട്സ് ആണ് വരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. യെസ്, അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ബാഗ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മാനുവൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 വാക്യൂം ക്ലീനറിൽ അറ്റാച്ച് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു കോഡ് കാണാൻ സാധിക്കും. USB-A Type to ഒരു 12 വോൾട്ടിൻ്റെ ഒക്കെ കണക്ട് ചെയ്യുന്ന പോലത്തെ കണക്ടറാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, അതായത് വാക്യൂം ക്ലീനർ. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡസ്റ്റ് ക്യാപ്പാണ് ഈ വരുന്നത്. കുറച്ച് കണക്റ്റേഴ്സും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ പെട്ടെന്നൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡസ്റ്റ് ക്യാപ്പ്. അതായത് നമ്മുടെ ഡസ്റ്റ് ഫുള്ള് വന്നിരിക്കുന്ന ഈ ഒരു പോർഷനകത്താണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം. അതായത് ഒരു ഫിൽറ്ററാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു കേസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, ഇതൊരു മെറ്റൽ ഫിൽറ്ററും കൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. അതായത് പൊതുവേ എല്ലാത്തിലും നമ്മൾ കാണുന്ന ഈ ടൈപ്പ് ഒരു ക്ലോത്തിൻ്റെ ഫിൽറ്റർ അഥവാ ഒരു പേപ്പർ ഫിൽറ്ററാണ്, ടിഷ്യൂ ടൈപ്പ് ഫിൽറ്ററാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ മെറ്റലും കൂടെ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ വരുന്ന സമയത്ത് ഇതിനകത്ത് എന്തുണ്ടെങ്കിലും ഇവിടെ തന്നെ പിടിച്ചിരുന്നോളും. അതിൻ്റെ സെക്കൻഡ് ഫിൽട്രേഷൻ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഏതായാലും നമുക്കിവനെ യൂണിറ്റിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്തു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ അവർ ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാനൊന്ന് കളയുകയാണ്. ഓക്കെ, ഞാൻ പ്രസ് ചെയ്യാണ്. യെസ്, ഒറ്റ സ്പീഡേ വരുന്നുള്ളൂ കേട്ടോ. 1 സ്പീഡാണ് വരുന്നത്. ഞാൻ ഒന്ന് പ്രസ് ചെയ്തു, ഓഫ് ചെയ്തു. സിംഗിൾ സ്പീഡാണ് വരുന്നത്. ഇനി ഇത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതെ, ഇത് രണ്ടും കൂടെ കൊണ്ടുവന്ന് ജസ്റ്റ് താഴത്തെ പോർഷൻ ആദ്യം ഒന്ന് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇത് മേളിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫിനിഷ്ഡ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഏതായാലും ഇത് കോഡ്ലെസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ USB വഴി തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നത്. ഇത് നമുക്ക് USB-ലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് പോകുന്നത്. ഇനി ഇതിനകത്ത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് കണക്ടർ. ഈ ഒരു കണക്ടർ വേണ്ടേ നമുക്ക് ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് ഏതൊരു പോർഷനിൽ വേണമെങ്കിലും, കാരണം ഇതൊരു സ്ലാൻഡിങ് കട്ടാണ് വരുന്നത്. ഈ ഒരു സ്ലാൻഡിങ് കട്ട് വരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു കോർണർ പോർഷൻസിലൊക്കെ നല്ല രീതിക്ക് വാക്യൂം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇനി ഒരു കാർപ്പറ്റ് ഏരിയയൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ഒരു യൂണിറ്റ് ഡയറക്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർപ്പറ്റിൻ്റെ ഏരിയാസിലൊക്കെ ഇങ്ങനെ ഇട്ട് കറക്കുന്ന സമയത്ത് നല്ല രീതിക്ക് വാക്യൂം വലിച്ച് അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഈ 2 ഐറ്റം കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാദ്യം നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു യൂണിറ്റ് കണക്ട് ചെയ്തു. ഇനി ഇത് ഫ്ലെക്സിബിൾ ടൈപ്പാണ്. ജസ്റ്റ് ഫ്ലെക്സിബിൾ മാത്രമല്ല, ഇതിൻ്റെ സൈസ് വരുന്ന കണ്ടോണം. ഈ ഒരു ലെങ്തിൽ നമുക്കിവനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് കാണാമല്ലോ അല്ലേ ഇത്. അതായത് ഈ ഒരു ലെങ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് ചെറിയൊരു ഇടയിലും AC-യുടെ വെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെയൊക്കെ താഴത്തെ പോർഷനിലൊക്കെ നമുക്ക് ഡയറക്റ്റ് നീളമുള്ള എത്താത്ത സ്ഥലത്തൊക്കെ ഈ ഒരു ചെറിയ സാധനം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു കിടു ഐറ്റമാണ്. സംഗതി ഏതായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യമായിട്ട് വാഹനത്തിൽ ഇതുപോലെ ഒരു വാക്യൂം ക്ലീനർ വെച്ചേക്കാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്രയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വാഹനത്തിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെറിയ പർപ്പസിന്, അങ്ങനെ വലിയ പർപ്പസാണെന്ന് ഞാൻ പറയത്തില്ല, വാഹനത്തിനകമൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ സംഗതി അടിപൊളിയാണ്. 2497 രൂപയാണ്. അത് മാത്രമല്ല, താഴെ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി ഈ ഒരു കൂപ്പൺ കോഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കൊരു ട്രയലും കൂടെ ഒന്ന് നോക്കാം ഏതായാലും ഇത് വെച്ച്. ഇത് ശരിക്കും കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വെച്ചാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നത്. അതായത് ഇതിൻ്റെ താഴത്തെ പോർഷനിലൊക്കെ ഈ ഇരിക്കുന്ന പൊടിയൊക്കെ നമുക്കത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ വാഹനത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് മാത്രം ഞാൻ നോക്കിയുള്ളൂ. ഏതായാലും ഇവനെ ചാർജ് ചെയ്തിട്ടില്ല. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നടത്തി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക, ഈ ഫിൽറ്ററിങ് എടുക്കുക. ഇതിപ്പം ഈ ഒരു പുറം ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതി, കാരണം അകത്തൊന്നും വലിയ പ്രശ്നം വരത്തില്ല. ഇത്രയും പൊടി ഇപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. യെസ്, ആ താഴെ പോയി. അത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ വീട്ടിലുള്ള വലിയ വാക്യൂം ക്ലീനറൊക്കെ എടുത്ത് വലിച്ചുകൊണ്ട് വാഹനത്തിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കോഡുള്ള ടൈപ്പ് വാക്യൂം ക്ലീനർ കുത്തി ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാകുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും ഓടിക്കൊണ്ട് നടന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ്.